അംഗവ് സ്ത്രീധന പീഡന കേസിൽ മുഖ്യപ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. രാഹുലിന്റെ അമ്മ ഉഷകുമാരി, സഹോദരി കാർത്തിക എന്നിവർക്കെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഈ നീക്കം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ആ കേസ് നിലനിൽക്കുന്നു. അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ഇന്നത്തെ വിധിയെ. കാരണം മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനം പറയുന്നു. ഇന്നലെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഗാർഹിക പീഡനത്തിന് ഇരയായ യുവതിയെ ക്രൂരമായ മാനസിക പീഡനം, പ്രത്യേകിച്ചും സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനത്തിന് അമ്മയും സഹോദരിയും ഇരയാക്കി എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം രാഹുലിനെ വിദേശത്തേക്ക് കടക്കുന്നതിന് സഹായിക്കുകയും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നും പറയുന്നു. എന്നാൽ ഇത്തരത്തിലൊരു നടപടിയും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടി ആദ്യം പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇത്തരത്തിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഉന്നയിച്ചിരുന്നില്ല. ഒപ്പം തങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം പോലും ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. പിന്നീട് വിവിധ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോഴും കുടുംബത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ യുവതിയുടെ പിതാവിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് രാഹുലിനെതിരെ ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്തിയ ശേഷം രാഹുൽ വിദേശത്തേക്ക് പോയപ്പോൾ അതിന്റെ ജാള്യത മറയ്ക്കാനാണ് കുടുംബത്തെ ഇക്കാര്യത്തിൽ പ്രതി ചേർക്കുന്നത് എന്ന ആക്ഷേപമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ഈ അമ്മയും സഹോദരിയും ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഇവർ തങ്ങൾക്കെതിരെ ഈ അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് പീഡനം നടത്തുമെന്ന് ആരോപിച്ച് വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾ ആശുപത്രിയിൽ കിടന്നപ്പോൾ തങ്ങളുടെ വീടിന്റെ താക്കോലുകൾ പോലും കരസ്ഥമാക്കി കാർ അടക്കം വെച്ചിരുന്ന് കൊണ്ടുപോയി എന്നും ഈ അമ്മയും സഹോദരിയും പറയുന്നു. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ വാദമാണ് കോടതിയിൽ നടന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വിധിയാവും ഇന്നുണ്ടാവുക. ഈ വിധി അനുകൂലമായി മാറിയാൽ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും. ഇത് പിന്നീട് രാഹുലിന്റെ നാട്ടിലേക്ക് എത്താനുള്ള സമ്മർദ്ദമായി മാറും എന്നും പോലീസ് കണക്കാക്കുന്നുണ്ട്. മറിച്ച് ഈ പ്രതികൂലമായാൽ കേസ് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം നിലവിൽ ജർമ്മനിയിലുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല. ബ്ലൂ കോർണർ നോട്ടീസിന്റെ മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല. റെഡ് കോർണർ നോട്ടീസിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കാൻ പോലീസിന് കഴിയുന്ന സാഹചര്യവും അല്ല. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം ഈ ശരത് ലാൽ എന്ന സിവിൽ പോലീസ് ഓഫീസർ ഈ രാഹുലിനെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള സഹായം ചെയ്തുവെന്ന് കണ്ടെത്തി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ ശരത് ലാൽ നൽകിയ ജാമ്യ ഹർജിയിൽ 31-നും പോലീസ് റിപ്പോർട്ട് നൽകിയ ശേഷം വിശദമായ വാദം നടക്കും. അതിന്റെ അടുത്ത ദിവസം തന്നെ അക്കാര്യത്തിലും വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തോ